കേട്ടില്ലേ എന്താണെന്ന്? ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ പിറന്നാളാണ്. അച്ഛന്റെ പിറന്നാൾ അച്ഛൻ അറിയില്ല. അച്ഛന്റെ പിറന്നാൾ മാത്രമല്ല, ഞങ്ങളുടെ ആദ്യം പിറന്നാൾ അച്ഛൻ അറിയില്ല കേട്ടോ. നിങ്ങളുടെ അച്ഛനൊക്കെ ഇങ്ങനെയാണോ എന്ന് എന്തായാലും പറയണേ. എന്തായാലും ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു കേക്ക് ഒക്കെ വാങ്ങിച്ചത് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനുള്ള കൊണ്ടിട്ട് അച്ഛനെ ഞാൻ ഓടിച്ചിട്ടൊരു ഷർട്ടൊക്കെ ഇടിച്ചു. ഞങ്ങളുടെ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെയും പിറന്നാള് അങ്ങനെ യാതൊരു ആഘോഷങ്ങളും നടത്താറുണ്ടായില്ല. ഞങ്ങൾ കുറച്ച് വലുതായപ്പോഴാണ് ഇതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കൊച്ചിയിലെ ഞങ്ങളുടെ പിറന്നാളൊക്കെ ചെറിയൊരു പ്ലം കേക്ക് മുറിച്ചിട്ടായാലും അവർ ആഘോഷിക്കായിരുന്നു. അപ്പം വലുതാകുമ്പോൾ അവർക്ക് തിരിച്ചതുപോലത്തെ സെലിബ്രേഷൻസ് ഒക്കെ കൊടുക്കണ്ടേ. അച്ഛൻ ആദ്യത്തെ മധുരം പ്രിയതമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ മക്കളെല്ലാവരും അച്ഛനും മധുരമൊക്കെ കൊടുത്തു കേട്ടോ. കണ്ണന്റെ വക സർപ്രൈസ് ആയിട്ട് ഒരു ഷർട്ട് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛന് ഇതുപോലത്തെ ഗിഫ്റ്റും സർപ്രൈസസും ഒന്നും ഇഷ്ടമില്ല. എന്തിനാ പൈസ ഇങ്ങനെ ചെലവാക്കണേന്ന് ചോദിക്കണേ. ഞാനാണെങ്കിൽ അവിടെ കേക്ക് തിന്നുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ തന്നെ അച്ഛൻ ഷർട്ടൊക്കെ ഇട്ട് നോക്കി. ഇഷ്ടമില്ലെങ്കിലും അച്ഛൻ ഇത് കൊടുക്കുമ്പോൾ ശരിക്കും ഉള്ളിലൊരു സന്തോഷമുണ്ട് കേട്ടോ. ഒന്നും കൂടി സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്നാവാന്ന് വിചാരിച്ചു. നേരെ തക്കാരത്തിലേക്ക് വണ്ടി വിട്ടു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് സീറ്റൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന്റെ അമ്മാവും വന്നിട്ട് ഇതുവരെ കൊച്ചൊന്നും നല്ലോണം അനങ്ങണത് പുള്ളിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കൊച്ചിനൊന്ന് അനക്കി കാണിച്ചു കൊടുക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി മന്തിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഒന്ന് വയറ് നിറയെ കഴിച്ചു. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ തോതിലാണെങ്കിൽ ഒരു കുഞ്ഞു കേക്കെങ്കിലും മുറിച്ച് അവർക്കൊരു സെലിബ്രേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാവും കേട്ടോ. അവർ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കില്ല എന്നുള്ളൂ. ഞങ്ങളുടെ അച്ഛന് ഒട്ടും ഇഷ്ടമില്ല അച്ഛന്റെ പിറന്നാളും അച്ഛന് സർപ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛന് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവില്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ